തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണത്തിന് ആവേശകരമായ സമാപനം. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ കത്തിക്കയറി മുന്നണികളുടെ പ്രചാരണം. ഇനി വോട്ടെടുപ്പിന് വെറും 2 നാൾ മാത്രം. നാളെ നിശബ്ദ പ്രചാരണം. വിവരങ്ങളുമായി ആന്റണി ജോർജ് ആണ് ചേരുന്നത്. ആന്റണി, എന്തായാലും അങ്ങനെ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന്റെ ഒരു കൊട്ടിക്കലാശം അവസാനിക്കാൻ പോവുകയാണ്. എന്തായാലും ആവേശകരമായ രീതിയിൽ ഒരു സമാപനം തന്നെയാണ് ഇപ്പോൾ കണ്ടത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ കത്തിക്കയറി തന്നെ നിൽക്കുകയാണ്. എന്തായാലും ഈ പ്രചാരണം അല്ലെങ്കിൽ കൊട്ടിക്കലാശം എങ്ങനെയാണ് ആന്റണി ഈ തെക്കൻ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശകരമായ വിശേഷം? തീർച്ചയായും വലിയൊരു ആവേശം തന്നെയാണ്. അവസാന ദിവസം പരസ്യപ്രചരണത്തിന്റെ അവസാന ദിവസം ഈ പറയുന്ന തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം, എറണാകുളം ജില്ലകളിൽ നമ്മൾ കണ്ടത് റോഡ് ഷോകളായി രാവിലെ മുതൽ തന്നെ സ്ഥാനാർത്ഥികൾ കളം നിറഞ്ഞിരുന്നു. നേരിട്ട് വീടുകളിലെത്തി വൈകുന്നേരം ഓരോ വാർഡ് കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് ജില്ലകളിൽ വിവിധ കേന്ദ്രങ്ങളിൽ വലിയ ആഘോഷമാണ് ഈ പരസ്യപ്രചാരണത്തിന്റെ കൊട്ടിക്കലാശത്തിന് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഏതായാലും ആദ്യഘട്ടത്തിന്റെ വോട്ടെടുപ്പിനുള്ള ആ പരസ്യപ്രചാരണം വളരെ ആവേശകരമാക്കിയാണ് ഓരോ മുന്നണികളും ഓരോ സ്ഥാനാർത്ഥികളും ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നാളെ നിശബ്ദ പ്രചരണത്തിന്റെ ദിനമാണ്. നാളെ പരമാവധി വോട്ടുകൾ ഇനി വോട്ടർമാരെ ഒരിക്കൽ കൂടി കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ഓട്ടമായിരിക്കും ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഉള്ളത്. നേരത്തെ ഇത്രയും ദിവസത്തെ പ്രചാരണം അത് കുറെ കൂടി വോട്ടർമാരിലേക്ക് ഒന്നും കൂടി നേരെ കാണണം, അവരെ കണ്ട് വോട്ടുകൾ ഉറപ്പിക്കണം. അതിനുള്ള പരിപാടികളായിരിക്കും ഇനി നാളെ നടക്കുക. ഏതായാലും ആവേശകരമായ ഒരു സമാപനം, പരസ്യപ്രചാരണത്തിന്റെ സമാപനമാണ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ നമ്മൾ ഇന്ന് കണ്ടത്. റോഡ് ഷോകൾ ഉണ്ടായിരുന്നു. രാവിലെ ആലപ്പുഴയിൽ KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ റോഡ് ഷോ, അങ്ങനെ വിവിധ നേതാക്കൾ സ്ഥാനാർത്ഥികൾക്കൊപ്പം അണിനിരുന്ന റോഡ് ഷോ ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥികൾ തന്നെയുള്ള റോഡ് ഷോകൾ ഉണ്ടായിരുന്നു. അങ്ങനെ വിപുലമായ ഒരു ആഘോഷമായി തന്നെ പരസ്യപ്രചാരണം അവസാനിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ചൊവ്വാഴ്ചയാണ് ഈ ജില്ലകളിലേക്കൊക്കെയുള്ള വോട്ടെടുപ്പ് നടക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ഈ ജില്ലകളിലാണ് ചൊവ്വാഴ്ച വോട്ടെടുപ്പ് നടക്കുക. ഏതായാലും ഈ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം തന്നെയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ, അത് ആര് പിടിക്കും, അവിടെ മാറ്റങ്ങൾ ഉണ്ടാകുമോ? നിലവിൽ LDF-നൊപ്പമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ നിൽക്കുന്നത്. അങ്ങനെ അവിടെ ഇത്തവണ കോൺഗ്രസ് ശബരിനാഥനെയൊക്കെ ഇറക്കി വലിയ മത്സരത്തിന് ഇറങ്ങുകയാണ്. അപ്പോൾ അവിടെ എന്ത് മാറ്റം സംഭവിക്കുമെന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. അങ്ങനെ തെക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലാണെങ്കിലും എറണാകുളം കഴിഞ്ഞ തവണ കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞ, UDF-ന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞ ഒരു പ്രധാനപ്പെട്ട ജില്ലയാണ് എറണാകുളം. ഇത്തവണ അവിടെ കടമക്കുടിയിലടക്കം. ആന്റണി, ഞാനൊന്ന് ഇടപെടുകയാണ്. ആന്റണി, എന്തായാലും തുടരണം. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യ, എന്തായാലും കൊട്ടിക്കലാശത്തിന്റെ ഒരു സമാപന നിമിഷങ്ങളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെയും ജനങ്ങളുടെയും ഒരു ആവേശം ഇപ്പോൾ അവിടെ നിന്ന്? രേണുക, കൊട്ടിക്കലാശമൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. 6 മണിവരെയാണ് കൊട്ടിക്കലാശം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. അത് പ്രകാരം തന്നെ കൊട്ടിക്കലാശമൊക്കെ സമാപിച്ചിട്ടുണ്ട്. ആവേശോജ്വലമായ കൊട്ടിക്കലാശമാണ് നടന്നത്. പരസ്യ പ്രചാരണം അതോടുകൂടി അവസാനിക്കുകയാണ്. നാളെയാണ് നിശബ്ദ പ്രചാരണം ഉണ്ടാവുന്നത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് കോർപ്പറേഷൻ ആര് പിടിക്കും എന്നത് തന്നെയാണ്. ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ പരസ്യ പ്രചാരണത്തിന്റെ അവസാന ദിനം അത് ശരിക്കും അത് കൊട്ടിക്കയറി എന്ന് തന്നെ പറയണം. കാരണം തങ്ങളുടെ ആളുകളുടെ എണ്ണത്തിൽ പ്രാതിനിധ്യം കൂട്ടി വലിയ പല സ്ഥലങ്ങളിലും വലിയ തരത്തിലുള്ള ഒരു ഉത്സവ പ്രതീതിയാണ് കൊട്ടിക്കലാശം ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ കൊട്ടിക്കലാശത്തിന്റെ അതിന്റെ ആവേശം അങ്ങേയറ്റം കാണുന്നതിന് വേണ്ടി നമ്മൾ എല്ലാവരും എത്തുന്നത് പേരൂർക്കടയാണ്. പക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാഴ്ച വ്യത്യസ്തമാണ്. കാരണം ഓരോ ജംഗ്ഷനിലും ആവേശോജ്വലമായ കൊട്ടിക്കലാശം നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. ശാസ്തമംഗലത്തും പേരൂർക്കടയിലും പാളയത്തും ഒക്കെ നമുക്ക് അത്തരത്തിൽ വലിയ തരത്തിലുള്ള കൊട്ടിക്കലാശം കാണാൻ കഴിഞ്ഞു. ഗ്രാമീണ പ്രദേശങ്ങളിലാകട്ടെ അതിലും മേലെ വലിയ ആവേശോജ്വലമായ മത്സരമാണ് നടക്കാൻ പോകുന്നത് എന്നത് കൊട്ടിക്കലാശത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. 3 മുന്നണികൾക്കും NDA-ക്കും UDF-നും LDF-നും ഒരുപോലെ പ്രാധാന്യമുള്ളവർ ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ മറ്റന്നാൾ നടക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നത് എടുത്തു പറയണം. LDF-നെ
സംബന്ധിച്ചിടത്തോളം മൂന്നാം പിണറായി സർക്കാരിന്റെ ഒരു ട്രയൽ ആയിട്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അവർ കാണുന്നത്. UDF-നെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ്. കഴിഞ്ഞ പരാജയങ്ങളെ ഒക്കെ മറികടന്ന് വലിയ വിജയം തദ്ദേശ തെരഞ്ഞെടുപ്പിനും അതിനുശേഷം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഒക്കെ നേരിടേണ്ടതായിട്ടുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം അത് എങ്ങനെയാകുമെന്നുള്ളതാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് വേണ്ടി ഉള്ള ഒരു പ്രോത്സാഹനം എന്ന് പറയുന്നത്. BJP-യെ സംബന്ധിച്ചിടത്തോളം പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് അതിനെ അത്രത്തോളം ആവേശോജ്വലമാക്കി മാറ്റുകയാണ്. തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ 3 മുന്നണിയും ഒപ്പത്തിനൊപ്പമുള്ള പ്രചാരണമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ വാർഡ് ഇന്ന മുന്നണിക്കൊപ്പം നിൽക്കും എന്നത് നമുക്ക് പോലും അവരുടെ എല്ലാവരുടെയും പ്രതികരണം തേടിപ്പോയ നമുക്ക് ഇപ്പോൾ പോലും പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ പല വാർഡുകളിലും ത്രികോണ മത്സരം ഉണ്ടാകും എന്നത് എടുത്തു പറയണം എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് ഒരു പടി തന്നെയാണ് സൂര്യ. എന്തായാലും ഇപ്പോൾ തിരുവനന്തപുരത്തെ കുട്ടിക്കലാശം കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 6 മണിക്ക് കുട്ടിക്കലാശം കഴിയുമെന്ന് തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ കൊച്ചിയിലേക്ക് പോവുകയാണ്. കൊച്ചിയിൽ നിന്ന് വാർത്തകളുമായി വിനയ രാജു ചേരുന്നുണ്ട്. വിനയ, അവിടുത്തെ കുട്ടിക്കലാശമൊക്കെ അവസാനിച്ചോ? ഇപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ സ്ഥിതിഗതികൾ? എന്തായാലും ഇപ്പോൾ ഏകദേശം 6 മണിയോട് തന്നെ കൊട്ടിക്കലാശം അവസാനിപ്പിക്കും എന്നൊരു ഇതായിരുന്നു നമുക്ക് ആദ്യം തന്നെ ലഭിച്ചൊരു അറിയിപ്പ്. എന്തായാലും ഇപ്പോൾ തെക്കൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഇപ്പോൾ എന്തായാലും സമാപനമായിരിക്കുന്നു, കൊട്ടിക്കലാശമായിരിക്കുന്നു. ഇനി പരസ്യ പ്രചാരണങ്ങളൊന്നും തന്നെ ഇല്ല. ഇനി നിശബ്ദ പ്രചാരണമാണ് ഇനിയുള്ളത്. 9-ാം തീയതി തിരഞ്ഞെടുപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തായാലും 7 ജില്ലകളിൽ നടക്കാൻ പോകുന്ന ഒരു കൊട്ടിക്കലാശമെല്ലാം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. ഇനി നാളെ മുതൽ അല്ലെങ്കിൽ ഇപ്പോൾ മുതൽ ഇനി ഒരു നിശബ്ദ പ്രചരണമാണ് നടക്കാൻ പോകുന്നത്. എന്തായാലും തിരുവനന്തപുരത്തെ കൊട്ടിക്കലാശമെല്ലാം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. പരസ്യ പ്രചാരണത്തിന് ആവേശകരമായ രീതിയിൽ അല്ലെങ്കിൽ കത്തി കയറുന്ന രീതിയിലുള്ളൊരു സമാപനം തന്നെയാണ് കണ്ടത്. എല്ലാ സ്ഥാനാർത്ഥികളും മുന്നണികളും പൊതുജനങ്ങളും അടക്കമുള്ളവരെല്ലാവരും ശക്തമായ രീതിയിൽ തന്നെ എന്തായാലും ഈ പരസ്യ പ്രചാരണം അവസാനിപ്പിച്ചിരിക്കുന്നു. വിനയ ചേരുന്നുണ്ട്. വിനയ, എങ്ങനെയാണ് കൊച്ചിയിലെ വിശേഷങ്ങൾ? പരസ്യ പ്രചാരണമൊക്കെ അവസാനിച്ചോ? പരസ്യ പ്രചാരണമൊക്കെ കൊട്ടിക്കലാശം അടക്കം അവസാനിപ്പിച്ചിരിക്കുകയാണ്. നാളെ നിശബ്ദ പ്രചാരണമാണ് ഇന്ന് നടക്കുന്നത്. 1 മാസം നീണ്ടു നിന്ന പ്രചാരണം, ആ പ്രചാരണത്തിന് ഇപ്പോൾ കൊട്ടിക്കലാശമായിരിക്കുകയാണ്. കൊട്ടിക്കലാശം അടക്കം അവസാനിച്ചിരിക്കുകയാണ്. നാളെ നിശബ്ദ പ്രചാരണമാണ് നടക്കുന്നത്. കൊച്ചിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വാശിയേറിയിട്ടുള്ള ഒരു പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. പ്രധാനമായും അഭിമാന പോരാട്ടം എന്ന് തന്നെ പറയാൻ സാധിക്കും. ഭരണ തുടർച്ചയാണ് LDF ലക്ഷ്യം വെക്കുന്നതെങ്കിൽ നഷ്ടപ്പെട്ട കോർപ്പറേഷൻ ഭരണം തിരിച്ചു പിടിക്കാനാണ് UDF ശ്രമിക്കുന്നത്. കോർപ്പറേഷനിലേക്ക് ഇത്തവണ BJP ആണെങ്കിലും 2020 പാർട്ടി ആണെങ്കിലും സ്ഥാനാർത്ഥി ഇറക്കിയിട്ടുണ്ട്. വാശിയേറിയിട്ടുള്ള പ്രചരണം തന്നെയായിരുന്നു അവരുടെ ഭാഗത്തു നിന്നും നടന്നിട്ടുണ്ടായിരുന്നത്. നമ്മളടക്കം റിപ്പോർട്ട് ചെയ്തതാണ് കഴിഞ്ഞ 5 വർഷം നഗരത്തിൽ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ. ആ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു LDF പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതായത് ഇ ലോഡ്ജ്, കൂടാതെ സമൃദ്ധി, മാലിന്യമുക്ത നഗരമായി കൊച്ചിയെ കഴിഞ്ഞ ദിവസം മന്ത്രി P. രാജീവ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ്, കൂടാതെ ഈ വെള്ളക്കെട്ടിനുള്ള പരിഹാരം തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു LDF പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ സ്വർണ്ണ കൊള്ള അടക്കമുള്ള സർക്കാരിന്റെ അഴിമതി ആരോപണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു UDF സർക്കാർ പ്രചരണത്തിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. മാറ്റം അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു BJP ആണെങ്കിലും 2020 പാർട്ടി ആണെങ്കിലും പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോയത്. ഏതായാലും തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണത്തിന് ആവേശകരമായ ഒരു സമാപനം ആയിരിക്കുന്നു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ കത്തിക്കയറി മുന്നണികളുടെ പ്രചാരണം അവസാനിപ്പിച്ചിരിക്കുന്നു. എന്തായാലും കൊട്ടിക്കലാശത്തോടുകൂടി ഒരു സമാപനം തന്നെയാണ് നടന്നിരിക്കുന്നത്.